ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ്. പ്രകാശം പരത്താൻ കഴിയുന്ന ഒരു അത്ഭുത മനുഷ്യൻ. കണ്ടുമുട്ടുന്നവരുടെയൊക്കെ വഴിത്താരകളെ പ്രകാശപൂരിതമാക്കുന്നതാണ് ആ ദിവ്യ വെളിച്ചം. അറിവിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ വെളിച്ചമായി അത് ഒഴുകി പരക്കുമ്പോൾ എത്രയോ കുടുംബങ്ങളിലാണ് പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും നക്ഷത്രങ്ങൾ തെളിയാറുള്ളത്. ആയിരത്തി 1939 ജൂലൈ 15-ാം തീയതിയാണ് ഞാൻ കുമ്പളം എന്ന് പറഞ്ഞ ഈ ചെറിയ ദേശത്ത് ജനിച്ചത്. അതൊരു കായൽവാരമായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ പേര് ദാവീദ് എന്നായിരുന്നു. എൻ്റെ അമ്മയുടെ പേര് ത്രേസ്യ എന്നുമായിരുന്നു. ഞങ്ങൾ 5 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന മക്കൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെറിയ ചെറിയ ബിസിനസ് എല്ലാം ചെയ്ത്, ഒരു കുമ്പളത്തുനിന്ന് വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, റോഡുകളൊന്നുമില്ല, എല്ലാം കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ആണ് ജനിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തമൊക്കെ നടത്തിയത് വടപ്പക്കര സ്കൂളിലും കുമ്പളം സ്കൂളിലും കാഞ്ഞിരോട്ട് സ്കൂളിലും കൊട്ടിയം സ്കൂളിലും ഒക്കെയാണ്. അങ്ങനെ അവസാനം പിന്നെ ഞാൻ ഹൈസ്കൂൾ പഠിക്കാനായിട്ട് കൊല്ലത്ത് സെൻറ്റ് ജലോഷ്യസ് സ്കൂളിൽ പോയി. അതാണ് പ്രധാനമായിട്ടുള്ള എൻ്റെ ബാല്യകാല ചരിത്രം കുറച്ച് പറയുകയാണെങ്കിൽ. ആകാശത്തെ തൊടുന്ന കുന്നാണെന്നേ താഴെയുള്ളവർക്ക് തോന്നുകയുള്ളൂ. മുകളിലെത്തിയാൽ അഷ്ടമുടിക്കായലിന്റെ സൗന്ദര്യ കാഴ്ചകളിലേക്ക് കണ്ണോടിക്കാം. കുണ്ടറയ്ക്ക് സമീപത്തെ കുമ്പളം ഗ്രാമത്തിലെ ആ കുന്നിന്റെ നെറുകയിലായിരുന്നു ദാവീദിന്റെ വലിയ വിളവീട്. നാട്ടുമ്പുറത്തിന്റെ നേരും നന്മയും വിശുദ്ധിയുമുള്ള ദേശത്ത് വീടുകളുടെ എണ്ണം അന്ന് കുറവാണ്. കുന്നിൻ പുറത്താണെങ്കിലും മണ്ണിൽ പൊന്നു വിളയിച്ചാണ് കുടുംബം അല്ലലില്ലാതെ കഴിഞ്ഞത്. മണ്ണ് കൊത്തിക്കിളച്ച് കപ്പയും വാഴയും ഇഞ്ചിയും കാച്ചിലും പിന്നെ പച്ചക്കറികളുമൊക്കെ നട്ടു നനച്ചും വളർത്തുന്ന തനി കർഷക കുടുംബം. കുടുംബനാഥ ത്രേസ്യയുടെ ചുമതലയിൽ കുറച്ച് ആടും കോഴിയുമൊക്കെ വേറെയുമുണ്ട്. നാളികേരവും തൊണ്ടും ആലപ്പുഴ നിന്നും വാങ്ങിക്കൊണ്ടുവന്നുള്ള ചില്ലറ ബിസിനസ് കൂടിയുണ്ട് ദാവീദിന്. ആ സന്തോഷങ്ങൾക്കിടയിലാണ് മക്കളായ ജോസഫ് ഡി ഫെർണാണ്ടസും 6 സഹോദരങ്ങളും വളർന്നത്. പിന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്നവരായിരുന്നു കൂടുതൽ. ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. കയറുപിരിപ്പ്, തൊണ്ടുമൂടൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ടത് കൃഷിയായിരുന്നു. കോഴിക്കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഈ മരിച്ചേനി, അതായത് ടപ്പിയൊക്കെ, അതിൻ്റെ എല്ലാം കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞങ്ങൾ സഹായിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഫാദറിനെ സഹായിക്കണം. പള്ളിക്കൂടത്തിന് വന്നാൽ അതാണ് ഞങ്ങളുടെ പ്രധാന ജോലി. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ എൻ്റെ ഇടയ്ക്കുള്ള 3 കൊച്ചുങ്ങൾ മരിച്ചുപോയി. അന്ന് ഡോക്ടേഴ്സൊന്നുമില്ല പ്രസവത്തിന്, പതിച്ചി എന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ പതിച്ചി പറഞ്ഞു, ഇനി ഒരു കൊച്ചുണ്ടാകുകയാണെങ്കിൽ അമ്മയും മരിക്കും കൊച്ചും മരിക്കും. അപ്പോൾ എൻ്റെ ജനന സമയമായപ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ ഒരു നേർച്ച നേർന്നു അന്തോന്ന് സൂണ്യാളിന്. അതായത് ഈ കൊച്ച് ജനിച്ചിട്ട് മരിക്കാതിരിക്കുകയാണെങ്കിൽ, അമ്മയും മരിക്കാതിരിക്കുകയാണെങ്കിൽ വൈദികനാകാനായിട്ട് വിടാവുന്നു. അങ്ങനെ ആ സംസാരം അനുസരിച്ചാണ് ഞാൻ പോയത്. ആദ്യം പോയത് പിന്നെ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയത് പിന്നെ സെൻറ്റ് റഫേൽ സെമിനാരി കൊല്ലം. അത് കഴിഞ്ഞ് 3 വർഷം ഫിലോസഫി പഠിക്കാനായിട്ട് ആലുവയിൽ സെമിനാരി പോയി. അത് കഴിഞ്ഞ് ജെറോം പിതാവ് ബിഷപ്പ് എന്നെയും വേറെ 2 പേരെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞ് റോമിൽ പഠിക്കാൻ വിടുകയാണ്. അങ്ങനെ റോമിലാണ് ബാക്കിയുള്ള പഠിത്തങ്ങൾ 4 വർഷം അച്ഛനാകുന്നതിന് വേണ്ടിയുള്ള പഠിത്തമെല്ലാം നടന്നു. കാനഡയ്ക്ക് PhD എടുക്കാനായിട്ട് പഠിക്കുകയായിരുന്നു. അത് ഓൾമോസ്റ്റ് തീർന്ന സമയത്താണ് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് എനിക്ക് സെമിനാരിയിൽ നിന്ന് ലീവ് ചെയ്യേണ്ടി വന്നത്. ചെറുപ്രായത്തിൽ തന്നെ ജോസഫ് പഠനത്തിൽ മികവ് കാട്ടിയിരുന്നു. പടപ്പക്കര, കുമ്പളം, കാഞ്ഞിരക്കോട് എന്നിവിടങ്ങളിലായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കൊട്ടിയം സെന്റ് അലോഷ്യസ് സ്കൂളിൽ നിന്ന് 3rd ഫാം പാസ്സായി. അതോടെ കുടുംബത്തിന്റെ തീരുമാനപ്രകാരം സെമിനാരിയിൽ ചേർത്തു. കൊല്ലം സെന്റ് റഫയേൽ സെമിനാരിയിൽ 2 വർഷത്തെ പഠനശേഷം ഫിലോസഫി പഠിക്കാൻ ആലുവയിലെത്തി. പിന്നീട് ബിഷപ്പ് ജെറോമിന്റെ നിർദ്ദേശപ്രകാരം തിയോളജിയിൽ ഉപരിപഠനത്തിനായി റോമിലേക്ക് പോയി. അന്ന് വറ്റിക്കാൻ സൂനകദോസ് നടക്കുകയാണ്. വറ്റിക്കാൻ സൂനകദോസ് നടക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു നിയമം മാറ്റി. ആ നിയമം ഇതായിരുന്നു: വൈദികനാകുന്നതിന് മുമ്പ് 1 വർഷം പുറത്തു പോയി ജോലി ചെയ്യണമെങ്കിൽ
ജോലി ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ തിരിച്ചു വരാം, ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോവാം. അങ്ങനെ ഒരു ചാൻസ് ഇവിടെ കൊടുക്കുമായിരുന്നു. പുതിയതായിട്ട് തുടങ്ങിയാണെന്ന് വറ്റിക്കാൻ സുനകദോസ് വെച്ച് അത് അനുസരിച്ച് അവിടെ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റ്, അപ്പോഴത്തേക്ക് ഞാൻ അച്ഛനായി കഴിഞ്ഞായിരുന്നു. സ്റ്റുഡൻ്റ് അവിടെ പഠിച്ചിരുന്ന കൊല്ലത്തു നിന്നുള്ള ഒരാൾ ഇവിടെ പന്തളത്തുള്ള ഒരു പയ്യനാണ്. അവൻ പറഞ്ഞ് അവൻ ഈ 1 വർഷം എടുക്കണമെന്ന്. അപ്പോൾ ഈ ബിഷപ്പ് പറഞ്ഞ് നീ എടുക്കണ്ട, നിനക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിന്നെ അച്ഛനാകാൻ കൊള്ളത്തില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് അവനെ തിരിച്ച് കൊല്ലത്ത് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണെന്ന് സീനിയർ, അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ കൊല്ലത്ത് അയക്കണം, ടിക്കറ്റ് എടുത്ത് അവനെ കൊല്ലത്ത് അയക്കണം. അവൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഫിലോസഫിയും തിയോളജിയും പഠിച്ചിട്ട് എന്ത് ജോലി കിട്ടാനാണ്, എനിക്ക് ജർമ്മനിയിലൊരു ജോലി വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ റെക്ടർ അച്ഛൻ്റെ ഞാൻ ആദ്യം നോന്നെല്ലാം പറഞ്ഞെങ്കിലും ഒക്കത്തില്ലെന്നും ബിഷപ്പിന് ഇഷ്ടപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും സുപ്പീരിയേഴ്സ് എല്ലാം കൂടെ റെക്ടർ അച്ഛനും കർദിനാൾ ഗയ്യാനൊക്കെ പറഞ്ഞ് ഒരു ബിഷപ്പ് നിങ്ങളെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ശിക്ഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു ചുരുക്കി പറഞ്ഞ. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നു അച്ഛനാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഷപ്പ് പറഞ്ഞ് നിന്നെ അച്ഛനാകാൻ ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ താമസിച്ച ഒരു വീട്ടിൽ, പാവപ്പെട്ട ഒരു വീടായിരുന്നു, എനിക്ക് പരിചയമുള്ള വല്യപ്പനും വല്യമ്മയും താമസിച്ചിരുന്നതാണ്. അപ്പോൾ അവർ വിചാരിച്ച് ബിഷപ്പിനൊരു എഴുത്തെഴുതിയാൽ പിന്നെ ബിഷപ്പിൻ്റെ ഒരു താരം എക്സ്പ്ലെയിൻ ചെയ്ത് കാണത്തില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതിനകത്ത് അവരെഴുതി ഇങ്ങനെ ജോസഫച്ചൻ തന്നെ വിളി, ജോസഫച്ചൻ പറഞ്ഞ വീട്ടിലാണ് താമസിച്ചത്, ജോസഫച്ചൻ വാങ്ങിച്ചു കൊടുത്ത് ജോലിയൊക്കെ ചെയ്തു, അതുകൊണ്ട് ജോർജ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോഴാണ് ബിഷപ്പിന് പിടി കിട്ടിയത്. ഞാനാണ് ജോലി അവനെ വീട്ടിൽ വിടാൻ, കൊല്ലത്ത് വിടാൻ പറഞ്ഞിട്ട് അവന് വിടുന്നതിന് പകരം അവന് ജോലി വാങ്ങിച്ചു കൊടുത്ത് താമസിക്കാൻ സ്ഥലവും കൊടുത്തെന്ന് പറഞ്ഞ് ആ കുറ്റത്തിന് എൻ്റെ അടുത്ത് അന്ന് തന്നെ സെമിനാരിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകേണ്ടി വന്നത്. ആകെ ചെയ്ത തെറ്റ് ഒരാൾക്ക് ജോലി ലഭിക്കുന്നതിന് സഹായിച്ചതാണ്. അതിന് ശിക്ഷ ലഭിക്കുന്നത് സഹിക്കാനായില്ല. തിരികെ മടങ്ങാൻ മടിയോടെ സങ്കടപ്പെട്ടിരുന്ന ജോസഫിന് ആശ്വാസം പകർന്നത് കർദിനാൾ കുഷിങ് ആണ്. പിന്നീട് കർദിനാളിന്റെ ശ്രമത്താൽ 1969 ജൂൺ 29 ജോസഫ് അമേരിക്കയിലെത്തി. പാരീഷിൽ നിന്നുകൊണ്ട് പഠനം തുടർന്നു. ബിരുദവും ബിരുദാനന്തര ബിരുദവും എം.എഡും പാസ്സായി. ബോസ്റ്റണിലെ ഒരു ബിഷപ്പ്, ഒരു കർദിനാൾ ഉണ്ടായിരുന്നു, കർദിനാൾ കുഷിങ്. ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നാ പറ്റിയത്. അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇയാൾ എൻ്റെ അവിടെ അമേരിക്കയ്ക്ക് പോരാ, ഞാൻ ടിക്കറ്റ് എടുത്ത് തരാം. അങ്ങനെ അമേരിക്ക വന്നിട്ട് നമുക്ക് ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ വന്നെങ്കിൽ പാരിഷൊക്കെ തന്ന് ബിഷപ്പുമായിട്ട് പറഞ്ഞിട്ട് ഒരു വിധത്തിലും അത് ബിഷപ്പ് സമ്മതിക്കത്തില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ആ പാരിഷിൽ നിന്ന് പോകാനും പറഞ്ഞ് പിന്നെ ഞാൻ ഒരു കോളേജിൽ ചെന്ന് അഡ്മിഷൻ വാങ്ങിച്ച് MAക്ക്. അവിടെ നിന്നും ബിഷപ്പ് അറിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ബിഷപ്പ് വിളിച്ച് ചോദിക്കുക ഇവിടെ ഉണ്ടെന്ന്. എൻ്റെ ഫാദറിന് ഇതൊന്നും അറിയാൻ മേലെ എല്ലാം അങ്ങ് പറയും. അങ്ങനെ കോളേജിൽ നിന്നും പോയി. അപ്പോൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാത്തലിക് കോളേജുകളിൽ നിന്നല്ല എന്നെ ഡിസ്മിസ് ചെയ്ത്. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. പുള്ളി പിന്നെ ഇവിടെ വടക്കേ ഇന്ത്യയിൽ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള അവിടുത്തെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഇതൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കാത്തലിക്കൊന്നും അല്ല, എനിക്ക് ഈ ബിഷപ്പ് പറഞ്ഞത് കേൾക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്കൂളിൽ ഒന്ന് പഠിച്ചോ എന്ന് പറയാൻ എനിക്ക് MAക്ക് M.Edനും അഡ്മിഷൻ തന്നു പുള്ളി. അങ്ങനെ അവിടെ അങ്ങനെ പഠിച്ച് ഞാൻ M.Edൊക്കെ എടുത്ത് 1969 അമേരിക്കയിൽ ഒരു വലിയ റിസഷൻ നടക്കുന്ന സമയമാണ്. റിസഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ജോലിയൊന്നും കൊടുക്കാൻ അനുവാദമല്ല, ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ച്. ഞാൻ M.Ed എടുക്കുമ്പോൾ പ്രാക്ടിക്കുമെന്നും പറഞ്ഞൊരു ജോലി ചെയ്യണമായിരുന്നു പ്രാക്ടീസിന് വേണ്ടി. അപ്പോൾ അത് ചെയ്തിരുന്നത് ഈ ഡ്രോപ്പ് ഔട്ടായിട്ട് വഴി നടക്കുന്ന കൊച്ചുങ്ങൾ, ഹൈസ്കൂൾ കൊച്ചുങ്ങളുമായിട്ട് സംസാരിക്കുക, കൗൺസിലിംഗ് മേജറായിരുന്നു അതിൻ്റെ. ഈ പിന്നെ M.Edൻ്റെ ഡിഗ്രി കൗൺസിലിംഗ് മേജറാണ്. അപ്പോൾ ഈ കൗൺസിലിങ്ങിന് ചെയ്യാൻ വേണ്ടി അവരെ കൗൺസിൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ജോലി എനിക്ക് അവർ പ്രാക്ടിക്കമായിട്ട് തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ 40 കൊച്ചുങ്ങളെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വഴിയിലൊക്കെ നടന്ന് സംസാരിച്ച് ഈ പഠിത്തത്തിൻ്റെ പാട്ടായിട്ട്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പം അവരെ നോക്കാൻ ആളില്ല, അതുകൊണ്ട് അവരെല്ലാം പിന്നെ ഇറങ്ങി പോകാൻ തുടങ്ങി, ഡ്രോപ്പ് ഔട്ട് ആകാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പുള്ളി പറഞ്ഞ് ഞാൻ അവിടെ ജോലി ചെയ്യാം, ശമ്പളം തരാനൊക്കത്തില്ല ഇപ്പോഴും, നിങ്ങളിവിടെ ജോലി ചെയ്യും, കൊച്ചുങ്ങളെ നോക്കാൻ ആൾ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ഒരു ജോലിയെടുത്ത് ശമ്പളമില്ലാതെ, പക്ഷേ ജോലി ചെയ്ത് കാലത്തെ വരാൻ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയത് എന്താ സെക്യൂരിറ്റി ആയിട്ടും ക്ലീനറായിട്ടും വരുന്നത്. സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യണം, ആളില്ലാത്തപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം,
ചെടി വയ്ക്കണം, ഇതെല്ലാം എൻ്റെ ജോലിയായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം ചെയ്തപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയും, നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരാൻ പോവുകയാണ്, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ്റെ ഓഫീസ് ക്ലീൻ ചെയ്യാനായിട്ട്. അവിടെ ആരും വിടുന്നതല്ല. അപ്പോൾ അങ്ങനെ അവിടെ കുറേ നാൾ ചെയ്തു. അത് കഴിഞ്ഞ് നല്ലോണം അത് ക്ലീൻ ചെയ്യുന്നതെന്നും പറഞ്ഞ് എനിക്കൊരു പ്രൊമോഷൻ തന്ന് സ്റ്റോക്ക് ക്ലർക്കായിട്ട് അവിടെ നിന്ന് വരുന്ന ബുക്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ച് ഇങ്ങനെ അയക്കാൻ, പിന്നെ എല്ലാ സ്കൂളിലേക്കും അയച്ചു കൊടുക്കണം ആ ഡിസ്ട്രിക്റ്റിലെ. അപ്പോൾ ആ ജോലി എനിക്ക് കിട്ടി. 3 വർഷം ടീച്ചറായി ജോലി ചെയ്തു വരുമ്പോഴാണ് കേംബ്രിഡ്ജ് സിറ്റിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത്. 240 പേർ പങ്കെടുത്ത ഇന്റർവ്യൂവിൽ നിന്നും ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായും പിന്നീട് 23 വർഷം കേംബ്രിഡ്ജ് സിറ്റി വിദ്യാഭ്യാസ ഡയറക്ടറായും പ്രവർത്തിച്ചു. 1995 ഔദ്യോഗിക ജീവിതത്തിന്റെ പടിയിറങ്ങി. 2000 ആന്ധ്രാപ്രദേശിൽ ദന്തൽ കോളേജ് സ്ഥാപിച്ചു. പിന്നീട് കോളേജ് ബിഷപ്പിന് കൈമാറിയിട്ടാണ് ജന്മഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയത്. പുണ്യം സമർപ്പിതം ഈ ജീവിതം. അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പുള്ളിയുടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ്, ഈ പുറത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം നല്ല ജോലിയുണ്ട്, നല്ല പഠിത്തമുണ്ട്, നിങ്ങളെല്ലാം തിരിച്ചു വന്ന് ഇന്ത്യയിൽ വന്നിട്ട് നിങ്ങൾ ജനിച്ച സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന്, എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണം. ഒരു ചെറിയ ഒരു കാപ്പിക്കടയായാലും സാരമില്ല, 2 പേർക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ 3 പേർക്ക് ജോലി കിട്ടും, അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോഴേ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് റിട്ടയർ ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ 20 വർഷമായിരുന്നു, 10, 15, 18 വർഷമൊക്കെ ആയപ്പോഴേ ഞാൻ എഴുതാൻ തുടങ്ങി. ചീഫ് മിനിസ്റ്റർക്ക് എഴുതുമായിരുന്നു, എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് എഴുതുമായിരുന്നു. പക്ഷേ ആരുടെയും മറുപടിയില്ല, ഒരു മറുപടി കിട്ടത്തില്ല ഇവിടുന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു അച്ഛൻ, പിന്നെ ഇരവീപുരത്തുള്ള ഒരു അച്ഛൻ ഒരു ഓപ്പറേഷന് പോയി, പുള്ളിക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്നും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചായിരുന്നു. അങ്ങനെ പുള്ളി 1 മാസം അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഫോൺ വിളിക്കുന്നത് എഴുത്തെഴുതുന്നതൊക്കെ പുള്ളി കണ്ട്. പുള്ളി ഇതെല്ലാം കണ്ടിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കേരളത്തിൽ പോകേണ്ട നിർബന്ധം എന്തോ, ഇയാൾക്ക് ആന്ധ്രയിൽ വന്നില്ല. പുള്ളി ആന്ധ്രയ്ക്ക് വേണ്ടി പഠിച്ച അച്ഛനായ ആളാണ്. ആന്ധ്രയിൽ വരാകെ ഞങ്ങളുടെ ബിഷപ്പും അവിടുത്തെ മന്ത്രി, ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു ഒക്കെ നല്ല സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ശരി, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അവനെ പറഞ്ഞ് ഉടനെ പുള്ളി അലഹബാദിലെ ബിഷപ്പ്, അവരുടെ ആർച്ച് ബിഷപ്പുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ ബിഷപ്പുണ്ട് അലഹബാദിലെ, എല്ലൂർ ബിഷപ്പ് അലഹബാദിലെ. പുള്ളി ചോദിച്ചു, നിങ്ങൾ വരാൻ റെഡിയാണോ? പേടിയാണോ എന്ന് പറഞ്ഞു. ഒരു വെയിറ്റ് ചെയ്യും, 1 സെക്കൻഡ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പം ചന്ദ്രബാബു നായിഡു ചീഫ് മിനിസ്റ്റർ ഓൺ ദ ഫോൺ. ചീഫ് മിനിസ്റ്റർ ഓൺ ദ ഫോൺ എന്നത് ചന്ദ്രബാബുമായിട്ടാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ റെഡിയാണോ? ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്. എനിക്ക് ആവശ്യമുള്ളത് ചെയ്യുമോ? നമ്മൾ ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് വേണേലും ചെയ്യാം. എനിക്കൊരു ഡെൻ്റൽ കോളേജാണ് ഇവിടെ ആവശ്യം, ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം, ഡെൻ്റൽ കോളേജ് ചെയ്യാമെന്ന് ഏറ്റ്. എപ്പോൾ വരാം? ഞാൻ 2 ദിവസത്തിനകം എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞാൻ പ്ലെയിനിൽ കയറി എല്ലൂർ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു നെവ്യൂനെ കൊണ്ട് ഞാനങ്ങ് എല്ലൂരേക്ക് പോയി. അവിടെ ചെന്ന ഉടനെ ബിഷപ്പും എല്ലൂർ ബിഷപ്പ് എയർപോർട്ടിലുണ്ടായിരുന്നു. എന്നെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ചന്ദ്രബാബു നായിഡു കൊണ്ടുവന്നു. പുള്ളി അപ്പോഴേ തന്നെ അപ്രൂവൽ തന്നു. അമേരിക്കയിൽ കേംബ്രിഡ്ജ് സിറ്റി വിദ്യാഭ്യാസ ഡയറക്ടർ എന്ന ഉന്നത പദവിയിൽ നിന്നും ജന്മനാടായ കുമ്പളത്തേക്ക് ജീവിത സായന്തനത്തിനെത്തുമ്പോൾ വലിയ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസിന്. ഗ്രാമീണാന്തരീക്ഷത്തിലെ കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകണമെന്നതിനായിരുന്നു മുൻതൂക്കം. 2012 ജോസഫ് സാറ് ഞങ്ങളുടെ സ്കൂൾ ഏറ്റെടുക്കുന്നത്. കിഴക്കലട മുട്ടം പ്രദേശത്തുള്ള ഒരു LP സ്കൂളാണ് ഞങ്ങളുടേത്. വളരെ പാവപ്പെട്ട സാധാരണക്കാര കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായിരുന്നു അത്. സാറ് അത് ഏറ്റെടുത്തതിന് ശേഷം നിരവധിയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് സ്കൂൾ വളരെ നന്നായി നടക്കുന്ന ഒരു വിദ്യാലയമായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, സാറ് ഈ നാട്ടിൽ വരാനും അതുപോലെ തന്നെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടവനാകാനും കഴിഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണ പാവപ്പെട്ടവർക്ക് നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോവിഡ് സമയത്താണ് ഞങ്ങളും സാറിൻ്റെ ഏറ്റവും വലിയ ആ ഒരു കാരുണ്യ മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. നമുക്കറിയാം, വളരെയധികം ജനങ്ങൾ പ്രയാസപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ആണ് സാറ് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള, അതായത് പാവപ്പെട്ട നിർദ്ധരായ കുടുംബങ്ങൾക്ക് കണ്ടെത്തി അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് സാറ് വരുന്ന ആ സമയത്താണ്. സെൻറ്റ് ജോസഫ് ഹോംസ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഘടകം രൂപീകരിക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ വർഷവും ഈ കിഴക്കലട മൺട്രോത്തുരുത്ത് അതുപോലെ തന്നെ പേരയം പഞ്ചായത്തിലെ വിട്ട പാവപ്പെട്ട അവരെ കണ്ടെത്തി ഒരു വീട് വെച്ച് കൊടുക്കുന്ന സംവിധാനമാണ് ഉള്ളത്.
കുമ്പളം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ അക്കാദമി, ചിറ്റുമല സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂൾ, മുട്ടം സെന്റ് ജോസഫ് മോഡൽ LP സ്കൂൾ, കുമ്പളം സെന്റ് തെരേസാസ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കമിട്ടു. പ്രദേശത്തു നിന്നും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവുമായി ഉന്നത ശ്രേണികളിലേക്ക് നടന്നു കയറിയ പ്രതിഭകൾ ഏറെയാണ്. സെന്റ് ജോസഫ് വിദ്യാലയങ്ങൾ സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി അത്ഭുതപ്പെടുത്തുന്ന നന്മകൾ ചെയ്തു വരികയാണ്. അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നൊക്കെയായിരുന്നു ഒരുപാട് കൊച്ചുങ്ങൾ, 750-800 കൊച്ചുങ്ങളുണ്ടായിരുന്നു അവിടെ കുമ്പളത്ത്. അപ്പോൾ അതിൽ കൂടുതൽ പേര് ഇവിടെ നിന്നൊക്കെയായിരുന്നു, ഈസ്റ്റ് കാലട, പിന്നെ മൺറോത്തുരുത്ത്, ഇവിടെ നിന്നൊക്കെയായിരുന്നു ഒരുപാട് പേര്. അപ്പം ഇവരെല്ലാം കൂടെ വന്നിട്ട് ഇവിടെങ്ങാനോ തുടങ്ങിക്കൂടെ ഇങ്ങനെ എല്ലാ വർഷവും വരും. ആനുവൽ ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പിടിച്ച് ഇരുത്തും. ഇവിടെ ഒരു ചെറിയ സ്കൂൾ തുടങ്ങി കല്ലട. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ഒരു ചെറിയ സ്കൂൾ വാങ്ങിച്ച്, ഇവിടെ ഒരു ചെറിയ സ്കൂൾ ഉണ്ടായിരുന്നു, LKG UKG പ്ലേ ക്ലാസ്സൊക്കെ ആയിട്ട്. പിന്നെ ഈ സ്ഥലം വാങ്ങിച്ച് അങ്ങനെ അവസാനം ഈ സ്കൂൾ നടന്ന് അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പം അത് ICSE ആണ്, ഇത് CBSE ആണ്. അപ്പോൾ എനിക്ക് എന്തുവാണ് സ്റ്റേറ്റ് സിലബസ് എന്നറിയാൻ വലിയ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂൾ ഇവിടെ അടുത്ത് തന്നെ വാങ്ങിച്ചു. അടുത്തായതുകൊണ്ടാണ് വാങ്ങിച്ചത്. കാരണം ഈ കുമ്പളം മല ഇതായിട്ട് എല്ലാം കൂടെ 2-3 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ തങ്കശ്ശേരിയിലുള്ളത് വിറ്റതിൻ്റെ കാരണം ഇവിടെ നിന്നുള്ള ദൂരമാണ് അവിടെ പോകാനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് സിലബസ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ 3 സ്കൂള് നടക്കുന്നുണ്ട്. സെൻറ്റ് ജോസഫ് എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 22 വയസ്സാണ്. അതിലെൻ്റെ 12 വർഷവും ഞാൻ ചിലവഴിച്ചത് സെൻറ്റ് ജോസഫിലാണ്. എനിക്ക് എപ്പോഴും ഓടിച്ചെല്ലാൻ പറ്റുന്നൊരു വീട് എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് സെൻറ്റ് ജോസഫ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ MD സർ, ജോസഫ് സാർ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെല്ലാൻ പറ്റുന്നൊരു പിതാവ് തുല്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും, ഞാനിപ്പോൾ ഈ സോഷ്യൽ വർക്ക് എന്നൊരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് MD സാറാണ്. നമ്മുടെ മോട്ടോ പോലെ 100-ലധികം റെസ്പോൺസിബിളായിട്ടുള്ള സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിനെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നൽകുക എന്നുള്ളത് തന്നെ, ആ ഒരു മോട്ടോ തന്നെയാണ് എന്നെ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും. അതിൽ നിന്ന് ഉണ്ടായ ഒരു പ്രചോദനം അത് തന്നെയാണ് ഞാനിപ്പോൾ ഒരു സോഷ്യൽ വർക്കറായിട്ട് ഇവിടെ നിൽക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് ക്വാളിറ്റിയെക്കുറിച്ച് എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു B.Ed കോളേജും TTCയും തുടങ്ങിയാൽ പിന്നെ ടീച്ചേഴ്സിനെ നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ട്രെയിൻ ചെയ്യാമെന്ന് വിചാരിച്ച്, ഇഷ്ടമുള്ള വിധത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇഷ്ടമുള്ള വിധത്തിൽ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പ്രശ്നമായി. B.Ed കോളേജ് നിർത്തേണ്ടി വന്നു. കാരണം അവർക്ക് 1 മാസമാണ് ട്രെയിനിങ് പ്രോഗ്രാം, എന്തുവേണം പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഞാൻ 1 മാസം കൊണ്ട് എന്ത് പഠിക്കാനാണ്? 4 ശനിയാഴ്ചയും 4 ഞായറാഴ്ചയും 2 ബന്ധം എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ 10 ദിവസമേ ഉള്ളൂ പ്രാക്ടീസിന്. അതുപോലെ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് റെഡിയായി. അവർ പറയും ഞങ്ങൾ വരാം, 10:30 തുടങ്ങുന്നതിന് വരെ 9:30 വന്ന് ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അത് എങ്ങനെയോ ആരോ കംപ്ലയിൻറ്റ് ചെയ്ത് പിന്നെ കേരള യൂണിവേഴ്സിറ്റി ബാൻ ചെയ്ത് ആ പഠിപ്പിക്കൽ പറ്റത്തില്ല. ഒന്ന് ഇത് പ്രൈവറ്റ് സ്കൂളാണ്, പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അക്സെപ്റ്റബിൾ അല്ല. രണ്ടാമത് എല്ലാ ദിവസവും അവരെ പഠിപ്പിക്കാൻ അവർക്ക് 1 മാസമേ ഉള്ളത് 10 എന്നൊക്കെ പറഞ്ഞ് എന്നെ അത് ബാൻ ചെയ്ത്. അങ്ങനെയാണ് പിന്നെ ഈ സ്കൂൾ തുടങ്ങി വെച്ച് TTC പോയത്. ടീച്ചേഴ്സിനെ ബെറ്റർ ടീച്ചേഴ്സാക്കി മാറ്റാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ ഡയറക്റ്റ്ലി പറയുന്ന ആളുകളുടെ മാറ്റം വരുത്താനായിട്ട് ഇൻവോൾവ് അല്ല. കാരണം പല പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങളായി.
അതായത് എന്തിനാ അത് അപ്പോൾ നമ്മളെന്തിനാ വെറുതെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്. കുമ്പളത്തെ സ്കൂളിൻ്റെ ആ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ വൈറ്റ് ഹൗസിൻ്റെ ആ ഫ്രണ്ട് പോലെ തന്നെ ആയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇമോഷണൽ തിങ് ആയിരുന്നു. അതായത് കുമ്പളം ഞാൻ ജനിച്ച സ്ഥലത്ത് വരുന്നത് ഏറ്റവും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആർക്കും കൊടുക്കാൻ ഒക്കാത്ത വിധത്തിലുള്ള ഒരു സ്കൂൾ കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം വന്നത്. അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഇത് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചുമ്മാ ആ മോഡലങ്ങ് ചെയ്യുന്നപ്പോൾ പല ആർക്കിടെക്ട്സിനെ വിളിച്ചിട്ട് അവർക്കത് വരയ്ക്കാൻ അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഞാൻ തന്നെയൊക്കെ വരച്ച് കാണിച്ചു കൊടുത്ത് പിന്നെ എല്ലാ വിധത്തിലും പെർഫെക്റ്റായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കുമ്പളത്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നാണ് ആ ബിൽഡിംഗ് മുഴുവൻ കെട്ടിയത്. 27 മണിക്കൂർ ഞാൻ കൂടെ ഉണ്ടായിരുന്നു അവരോട്. ഒരു കോർണർ പോലും ഞാനില്ലാതെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും 19 വർഷമായിട്ട് ഇപ്പോഴും അവിടെ ഒരു ലീക്കാകാൻ ഒരു ഒന്നുമില്ല. ഇപ്പോഴും അങ്ങനെ ഒരനക്കവും ഒന്നുമില്ല. പിന്നെ നിൽക്കുന്നത് ആ തൂണിലാണ്, വലത്തുവശം നിൽക്കുന്ന തൂണിലാണ് അത് നിൽക്കുന്നത്, അല്ലാതെ മതിലൊന്നുമല്ല. അപ്പോൾ ഒരു എർത്ത് വന്നാൽ പോലും അത് കിടന്ന് ആടത്തതേ ഉള്ളൂ, അല്ലാതെ വീഴത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും പിന്നെ ഞാൻ അമേരിക്കൻ എൻജിനീയേഴ്സിനെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ജോസഫ് ഡി ഫെർണാണ്ടസ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആത്മീക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയാണ് കൂടുതൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ എന്ന് പറയുന്നത്. സാറ് ആത്മീയ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതലായി സാമൂഹ്യ മേഖലയിലും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഭാവി തലമുറയുടെ കെട്ടുപണിക്കുമായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ദൈവനിശ്ചയത്തിൻ്റെ പൂർത്തീകരണമാണ് ബഹുമാനപ്പെട്ട ജോസഫ് സാറിൻ്റെ ഇന്നത്തെ പ്രവർത്തനം. ഉന്നത നിലവാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം തൻ്റെ സുഖ സൗകര്യങ്ങളും എല്ലാവിധ ഉന്നത നിലവാരങ്ങളും വിട്ടിട്ട് സ്വന്തം ഗ്രാമമായ കൊല്ലം ജില്ലയിലെ കുമ്പളത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ഗ്രാമവും അനുബന്ധ പ്രദേശങ്ങളും തന്നാൽ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രതികൂലമായ സാഹചര്യങ്ങൾ അനവധി ഉണ്ടായിട്ടും പിന്തിരിപ്പിക്കുന്ന നിലപാടുകൾ കടന്നു വന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കുമ്പളത്ത് അതിമനോഹരമായ ലോകോത്തര നിലവാരമുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂളും അതിനോടനുബന്ധിച്ച് അധ്യാപക പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ 1500ഓളം വിദ്യാർത്ഥികൾക്ക് താമസിക്കുവാൻ കഴിയുന്ന, താമസിച്ച് പഠിക്കുവാൻ സൗകര്യമുള്ള റെസിഡൻഷ്യൽ സ്കൂളും അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ടാണ് പടുത്തുയർത്തിയത്. അവിടെ മാത്രം ഒതുക്കാതെ കല്ലടയുടെ മുഖച്ഛായ മാറ്റുന്ന സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന സ്ഥാപനം ചുറ്റുമലയിൽ തുടങ്ങിയപ്പോൾ കല്ലടയുടെ വിദ്യാഭ്യാസ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായി അത് മാറുകയായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ലാഭേച്ഛ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തകർ കടന്നു വരുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പഠന കേന്ദ്രമായി ഈ സെൻറ്റ് ജോസഫ് സ്കൂളുകളെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഇതായിരുന്നു, ഈ കൊച്ചുങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കണം. അത് കാരണം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. 10 പേര് ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ നല്ലോണം ഇംഗ്ലീഷ് പറയുന്ന ആളുണ്ടെങ്കിൽ സെയിം ഡിഗ്രി ആണെങ്കിൽ ഇംഗ്ലീഷ് പറയുന്ന ആളിനെയാണ് എടുക്കുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ കൂട്ടുകാരുടെ സ്കൂളുകളിലൊക്കെ 5 പേരും സെയിം ഡിഗ്രിയാണ്, ഇംഗ്ലീഷ് പറയുന്ന ആളുണ്ടെങ്കിൽ അയാളെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാനൊരു ബെസ്റ്റ് ഐഡിയ ആണ് നല്ലവണ്ണം പെർഫെക്റ്റായിട്ട് നല്ല ആക്സെൻറ്റിൽ കറക്റ്റ് ഗ്രാമറിൽ ഒക്കെ ഉള്ള ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്.
അപ്പോൾ അതിന് പിന്നെ ഇവിടെ പല ടീച്ചേഴ്സിനും പറയുന്നുണ്ടെങ്കിലും ആക്സെൻ്റ് കിട്ടത്തില്ല. സ്വരവേ ഇംഗ്ലീഷിൻ്റെ ആക്സെൻ്റ് കിട്ടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഈ പുറത്തുനിന്നുള്ള ആളുകളെ കൂടെ വിളിച്ചുകൊണ്ട് വന്നാൽ, അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് വർക്ക് അവേ എന്നും പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അപ്പം പുറത്തുള്ള ആളുകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയി വോളണ്ടിയറായിട്ട് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടുകയും ആ രാജ്യത്തെക്കുറിച്ചുള്ള പഠിക്കുകയും ചെയ്യുന്നതിന് അതിന് വേണ്ടി ഒരു സിസ്റ്റമാണ് ഈ വർക്ക് അവേ പ്രോഗ്രാം. ഞാൻ അഡ്വർടൈസ് ചെയ്യും, എനിക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് നല്ലോണം പറയുന്ന ഒരു ടീച്ചറിനെ വേണം 2 മാസത്തേക്ക്, അല്ലെങ്കിൽ ഓൺലൈനായാലും മതി, അല്ലെന്നുണ്ടെങ്കിൽ വരികയാണെങ്കിൽ കൊള്ളാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്യും. അഡ്വർടൈസ് ചെയ്യും, അവർ റെസ്പോണ്ട് ചെയ്യും, ഞാൻ മറുപടി ചെയ്യും. പക്ഷേ അത് ഫോളോ അപ്പ് ചെയ്യണം, മറുപടി അയക്കണം. അവർ പറയുന്ന സമയത്തില്ല, ഈ സമയത്ത് വരാനൊക്കെ എന്ന് പറയണം. ഇങ്ങനെ കുറേ കോർഡിനേഷനൊക്കെ ഉണ്ട്. അന്തിയുറങ്ങാൻ കൂരയില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വലിയ വിള ഫൗണ്ടേഷനും സെന്റ് ജോസഫ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചേർന്ന് സെന്റ് ജോസഫ് ഹോം പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിനകം 10 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനായി. നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം, നിർധന കുടുംബാംഗങ്ങൾക്ക് വിദ്യാഭ്യാസ വിവാഹ സഹായം, രക്തദാന നേത്ര ചികിത്സാ ക്യാമ്പുകൾ എന്നിവയടക്കം നടത്തിവരുന്നുണ്ട്. 2006 ശ്രീ സരസ്വതി സെൻട്രൽ സ്കൂൾ എന്ന ചെറിയ സ്കൂളിലാണ് ചുറ്റുമലയിൽ ഞാൻ തുടങ്ങിയത്. അവിടെ ഒരു ചെറിയ അധ്യാപികയായിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. 2007 വലിയുള്ള ഫൗണ്ടേഷൻ ശ്രീ സരസ്വതി സെൻട്രൽ സ്കൂൾ വാങ്ങിയതും പിന്നീട് സെയിൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന പേരിൽ തുടങ്ങിയതും. 2007 ജോസഫ് സാർ വാങ്ങിയതിന് ശേഷം ആ സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ സ്റ്റാഫുകളുടെ ഇടയിലും അത് വലിയ ഒരു വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. 2015 വലിയുള്ള ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി ഞാൻ സ്ഥാനമേറ്റു. ഒപ്പം തന്നെ ട്രസ്റ്റി ആയിട്ടും സെക്രട്ടറി ആയിട്ടും സ്ഥാനമേറ്റു. ഇതുവരെയും ആ സ്ഥാനം ഞാൻ നിലനിർത്തുന്നു. അതിൻ്റെ അണ്ടറിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ജനറൽ മാനേജറായി ഞാൻ വർക്ക് ചെയ്യുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ജോസഫ് സാർ എന്ന മഹാവ്യക്തിയാണ്. ആ വ്യക്തിത്വത്തെ നമുക്ക് വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും എനിക്ക് പറയാൻ കഴിയാൻ പറ്റത്തില്ല. അതിലേറെ അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും തന്നെയാണ് ഉത്തമ ഉദാഹരണം പറയുവാണെങ്കിൽ, എൻ്റെ ഡിഗ്രി പ്രീ പ്രൈമറി അധ്യാപികയിൽ നിന്നും ഒരു MBA അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടുകൾ എന്നിലൂടെ ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് പഠിക്കണമെന്നുള്ള ആ ടെൻഡൻസി നഷ്ടപ്പെട്ടു, പഠിക്കാനുള്ള ആകാംക്ഷ പോയി. പക്ഷേ ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള കഴിവ് മാത്രം പോരാ, ഡിഗ്രിയും വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ അമിതമായ താല്പര്യമാണ് ഞാൻ അവിടെ എത്തിച്ചേരാനുള്ള കാരണം ഉണ്ടായത്. ജീവിതത്തിന്റെ സായന്തനത്തിലാണ് ജന്മദേശത്ത് കൂടുകൂട്ടി സജീവമായതെങ്കിലും പാവങ്ങളുടെ കണ്ണീരൊപ്പാനും കിടപ്പാടമൊരുക്കാനും ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് ആ സമർപ്പിത ജീവിതം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന് വൈദിക പരിവേഷം നൽകി അതിലേറെ ദൈവതുല്യനായി കരുതുന്ന ഒരുപാട് പേരുണ്ട്. ഓരോ ഹൃദയങ്ങളിലും സ്നേഹത്തിന്റെ ആൾ രൂപമായി അദ്ദേഹം ജീവിക്കുന്നു. പ്രായത്തിൻ്റെതായ അവശതകൾ മറന്നുകൊണ്ട് അദ്ദേഹം എല്ലാത്തിലും സജീവമാകുന്നത് നാടിന്റെയും ഉറ്റവരുടെയും പൂർണ്ണ പിന്തുണയുള്ളതുകൊണ്ട് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ലാളിത്യമായ ജീവിതമാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണി മുതൽ കൈ വിടർത്തി ദൈവത്തോടുള്ള പ്രാർത്ഥന, മുട്ടുകുർത്തിയുള്ള പ്രാർത്ഥന. അതും പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ ഒരു അംശം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്കും കുഞ്ഞുങ്ങൾക്കും പേരൻസിനും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി രാവിലെ 4 മണി മുതൽ പുലർച്ചെ 4 മണിക്ക് എണീറ്റ് കൈ വിരിച്ചിരുന്ന് മുട്ടിന്മേൽ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് എന്നിൽ പോലും അങ്ങനെയുള്ളൊരു ഇത് ഉളവായിട്ടില്ല. പക്ഷേ അദ്ദേഹം 4 മണിക്ക് എണീറ്റ് ആ ഒരു പ്രക്രിയ കഴിഞ്ഞാൽ ഉടൻ തന്നെ എക്സസൈസ്, പിന്നീട് ഒരു ചിട്ടയായ ടൈം ടേബിളും അതേലൊപ്പം തന്നെ അദ്ദേഹത്തിനൊരു ഗോൾസും ഉണ്ടാവും. ആ ഗോൾസ് ആ ഈവനിങ്ങിൽ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ അദ്ദേഹം ടൈം ടേബിൾ ഉണ്ടാക്കിയായിരിക്കും തുടങ്ങുന്നത്. അത് നമ്മളെ കൂടി ചെയ്യിപ്പിക്കും.
അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം 4 കാര്യങ്ങളാണ്: ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ, സെൽഫ് കോൺഫിഡൻസ്, പെർസീവിയറൻസ്. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും എത്താൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ. അത് ഞങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്നത്. വലിയവിള എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി നെയിമാണ്. കുമ്പളത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് വലിയവിള. എൻ്റെ ഫാദറിൻ്റെ പേര് വലിയവിള ദാവീദ് മുതലാളി എന്നാണ് എല്ലാവരും അറിഞ്ഞിരുന്നത്. അപ്പം ഞാൻ എംഫസൈസ് ചെയ്യുന്നത് ഈ വലിയവിള ഫൗണ്ടേഷൻ്റെ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എഡ്യൂക്കേഷൻ, അത് ലോവർ ലെവൽ അപ്പർ ലെവലുള്ള എഡ്യൂക്കേഷനാണ്. രണ്ടാമത് എന്തുവാണ് ഹെൽത്ത് കെയർ. അത് ഇതുവരെയും കാര്യമായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ ഭാവിയിലുള്ളത് കൂടാണിത്. അപ്പോൾ ഹെൽത്ത് കെയറാണ് രണ്ടാമത്തത്. മൂന്നാമത്തേതാണ് ചാരിറ്റീസ്. അപ്പോൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ചാരിറ്റീസ്. പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഊർജ്ജസ്വലനായി ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നു. ഈ സമർപ്പിത ജീവിതത്തിന് ഒട്ടേറെ അംഗീകാരങ്ങളും ഇതിനകം ലഭിച്ചു.